മുഖ്യമന്ത്രിയുടെ ആ പ്രസംഗം കൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു. ആ പ്രസംഗം കൊണ്ട് സുധാകരൻ രക്ഷപ്പെട്ടു. ഇനി ഒന്ന് രണ്ട് തവണ പരനാറിയെന്നോ ചെറ്റയെന്നോ ഒക്കെ വിളിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. ഇതുവരെയുള്ള മുൻകാലങ്ങളിലെല്ലാം ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് CPM-ലും അല്ലെങ്കിൽ ഇടതുമുന്നണിയിലും വളരെ വലിയ അച്ചടക്കമായിരുന്നു. ഇപ്പോൾ അവിടെ അച്ചടക്കരാഹിത്യം ഉണ്ടെന്ന് മാത്രമല്ല, അവരുടെ സമുന്നതരായ നേതാക്കന്മാർ തന്നെ പാർട്ടിയിലേക്ക് വരുന്നു. കൊല്ലം ജില്ലയിൽ പോലും CPM വിട്ട് കഴിഞ്ഞ ദിവസം CIT-യുടെ ഒരു സംസ്ഥാന ജില്ലാ കമ്മിറ്റി നേതാവ് രാജിവെച്ചിട്ട് കോൺഗ്രസ് ചെയ്തത്. ഈ ഒഴുക്ക് അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? തെരഞ്ഞെടുപ്പിൽ അത് UDF-നെ എത്രത്തോളം പോസിറ്റീവായിട്ട് മാറ്റും? അല്ല, ഇത് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. ഇന്നലെ പത്തനംതിട്ട ജില്ലയിൽ മുൻ MLA ആയ ഉണ്ണികൃഷ്ണൻ നായരുടെ ഭാര്യ സഹകരണ സംഘത്തിലെ അഴിമതി സഹിക്കാൻ വയ്യാതെ രാജിവെച്ചു. തുടർഭരണത്തിൻ്റെ ഫലമായി അഴിമതിയും കൊള്ളയും സ്വജനപക്ഷപാതവും വ്യാപകമാകുന്നു. ഇത് മനംനൊന്താണ് മുൻ അടൂർ MLA ഉണ്ണികൃഷ്ണൻ നായരുടെ ഭാര്യ രാജിവെച്ചു പോയത്. കേരളത്തിലെ പാർട്ടി ഇന്ന് ജീർണത നേരിടുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ തുടർഭരണം ആഗ്രഹിക്കുന്നില്ല. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ പാർട്ടി പ്രതിപക്ഷത്ത് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു. CPM-ൻ്റെ കോട്ടകളിലാണ് ഇപ്പോൾ വിള്ളൽ വീണുകൊണ്ടിരിക്കുന്നത്. അത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ഇന്ന് ഈ ഭരണത്തിനെതിരായി അണിനിരക്കും എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. ഒരു ബാധ്യതയുമില്ല. ആ സീറ്റുകൾ ഞങ്ങൾ ആലോചിച്ചുറപ്പിച്ചു കൊടുത്തതാണ്. കാരണം ജനസമ്മതിയുള്ള നേതാക്കന്മാരെ ചവിട്ടി പുറത്താക്കുന്നു. ബന്ധുക്കളെയും ഭാര്യമാരെയും മരുമക്കളെയും സീറ്റ് കൊടുത്ത് സംരക്ഷിക്കുന്നു. അതിൽ പ്രതിഷേധമുള്ള ധാരാളം പാർട്ടി നേതാക്കളും പ്രവർത്തകരുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആ വരുന്ന ആളുകൾക്ക് ജനസമ്മതി ഉണ്ട് എന്ന് വിലയിരുത്തിക്കൊണ്ടാണ് അവരെ സ്ഥാനാർത്ഥിയാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അത് നമ്മളെയൊക്കെ ഞെട്ടിപ്പിച്ചൊരു സംഭവമാണ്. ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഓഫീസിൽ BJP-യുടെ സീല് അതെങ്ങനെ വരുന്നു? അതെങ്ങനെ അവിടെ വന്നു? തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJP-യും തമ്മിൽ എന്താണ് ബന്ധം? സ്വതന്ത്രവും നിഷ്പക്ഷവും നീതിപൂർവവുമായി തെരഞ്ഞെടുപ്പ് നടത്തേണ്ട ഇലക്ഷൻ കമ്മീഷൻ്റെ ഓഫീസിൽ BJP-യുടെ സീല് വരുന്നത് ദുരൂഹമാണ്. ഇതിനെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം അനിവാര്യമാണ്. തീർച്ചയായിട്ടും സുധാകരൻ കേരളത്തിലെ കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കന്മാരിൽ ഒരാളാണ്. KPCC പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റിയിലെ മെമ്പറാണ്. അദ്ദേഹത്തിന് പാർട്ടി എല്ലാവിധത്തിലുമുള്ള പ്രാധാന്യം കൊടുക്കുന്ന നേതാവ് തന്നെയാണ്. അദ്ദേഹത്തിന് മനസ്സ് മടുക്കേണ്ടതായ ഒരു സാഹചര്യവുമില്ല. അദ്ദേഹത്തിൻ്റെ കഴിവുകൾ പൂർണ്ണമായും പാർട്ടി പ്രവർത്തനത്തെ വിനിയോഗിക്കപ്പെടും. ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് സുധാകരൻ സജീവമായിട്ടുണ്ടാകും. ഇപ്പം എല്ലായിടത്തും അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് അദ്ദേഹം പാർട്ടിയുടെ വലിയൊരു സ്വത്താണ്. ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് അദ്ദേഹത്തിന് മത്സരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ പാർട്ടി ഒരു പൊതു തീരുമാനമെടുത്തപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു, പാർട്ടിയാണ് വലുത്, ഞാൻ പാർട്ടിക്ക് താഴെയാണ്. എത്ര ഒരു വലിയ തീരുമാനമാണ് അദ്ദേഹം എടുത്തത്. അപ്പോൾ പാർട്ടിക്ക് വിരുദ്ധമായ ഒരു നിലപാട് സ്വീകരിക്കില്ല എന്ന് പറഞ്ഞ സുധാകരനെ ഇന്ന് കേരളത്തിലെ പാർട്ടി പ്രവർത്തകരും പൊതുസമൂഹവും ആദരവോടുകൂടി തന്നെയാണ് കാണുന്നത്. അല്ല, അതൊന്നും ഇപ്പം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ലല്ലോ. മുഖ്യമന്ത്രിയുടെ ആ പ്രസംഗം കൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു.
ആ പ്രസംഗം കൊണ്ട് സുധാകരൻ രക്ഷപ്പെട്ടു. ഇനി 1-2 തവണ പരനാറിയെന്നോ ചെറ്റയെന്നോ ഒക്കെ ഒന്ന് വിളിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ബോർഡ് കേരളം മുഴുവൻ വെക്കുന്നുണ്ട്, അതും നമുക്ക് ഗുണമാണ്. ഇങ്ങനെ 3-4 പ്രസംഗം വന്നാൽ ഞങ്ങൾ എളുപ്പത്തിൽ അധികാരത്തിൽ വരും. PR ഏജൻസി ഇല്ലല്ലോ, കോന്നിയിലൊന്നും ഉണ്ടായില്ല, അതുകൊണ്ട് പറ്റിയ അപകടമാണ്.